ഓ ഗൗരവത്തിലാണല്ല. മുരുക, മുരുക, 200 രൂപയുണ്ട്. 100 പഴയ കട, ബാക്കി 100 രൂപയ്ക്ക് ഇത്. എന്താണ് മാധവി കൊച്ചിനൊരു ഗൗരവം? അവൾക്ക് ഈ കല്യാണക്കാരി അല്ലാണ്ട് വേറൊന്നും പറയാനില്ല അമ്മാവ. പിന്നല്ലാണ്ട് എന്നും ഇങ്ങനെ ഒളിച്ചും പതുങ്ങി കഴിയാന്നാ. എന്റെ അവസ്ഥ എന്താ നീ മനസ്സിലാക്കാത്തത്? 3 പെങ്ങന്മാരാ എനിക്ക്. അവറ്റകളെ കെട്ടിച്ചു കൊടുക്കാണ്ട് എനിക്ക് ഇവിടെ കെട്ടാൻ പറ്റുമോ? അത് പറ്റില്ല. പക്ഷെ രാത്രിയിലെ പതുങ്ങി വരവിനെ ഒരു കുറവും ഇല്ലല്ലോ. നിങ്ങളെ വഴക്കിന് ഞാനില്ല. ടോക്കിംഗ് ഓഫ് ഫിലിംസ്, ഞാൻ ഈ അടുത്തൊരു പടം കണ്ടു. ഫെമിനിസ്റ്റ്, പ്രോഗ്രസീവ് എന്നൊക്കെ കൊട്ടിഘോഷിക്കപ്പെട്ട പടം. അത് ഫെമിനിസ്റ്റ് ഫിലിമൊന്നുമല്ല. വാസ്തവത്തിൽ അതൊരു ട്രാപ്പാണ്. വിമൻ ഓറിയന്റഡും അല്ല, പുരുഷന്മാർക്ക് എതിരെയും അല്ല. ഒരാൾക്ക് പകരം ഒരു പെണ്ണ് 5 ആണുങ്ങളെടുത്ത് സറണ്ടർ ചെയ്യുന്നു. ഡിപ്ലോറബിൾ. ഡോക്ടർ പടം കണ്ടോ? ഞാൻ ഈ ആർട്ട് ഫിലിംസ് ഒന്നും കാണാറില്ല. ഈവൻ ഇൻ ബംഗാളി. എനിക്കിഷ്ടം ഹിന്ദി ഫിലിംസ് ആണ്. അമിതാഭ്, ഷാരൂഖ് ഖാൻ. അല്ലെങ്കിലും ഈ ആർട്ട് ഫിലിംസ് എല്ലാം നല്ലതൊന്നുമല്ല. എക്സെപ്റ്റ് ഓഫ് കോഴ്സ് ദ ഫിലിംസ് ഓഫ് ഡാനിത് എവിടെയായിരുന്നു? മാർഗരറ്റെ, ആ സാക്സോഫോൺ ഒന്ന് കിട്ടിയിരുന്ന കൊള്ളാറുണ്ട്. എന്തിനാ? ആശുപത്രിയിൽ വായിച്ചുകൊണ്ട് നടക്കാനാ? അതിപ്പോ ഏതായാലും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. അടങ്ങി ഒതുങ്ങി മുറിക്കകത്ത് ഇരുന്നൂടെ? സൂക്കേടൊന്നും അറിയിക്കാനാ ഇങ്ങനെ തെണ്ടി നടക്കണത്? അതിന് എനിക്ക് ഹാർട്ട് ട്രബിൾ ഇല്ലാന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല മാർഗരറ്റെ. എന്നിട്ടാ കടം വാങ്ങി കള്ളു കുടിച്ച് നടക്കണത്? അത് ഹാർട്ട് ട്രബിൾ ഉള്ളവർക്ക് 2 പെഗ് വരെ ആകാന്ന് പറഞ്ഞിട്ടുണ്ട് മാർഗരറ്റെ, നമ്മുടെ ഡോക്ടർ രഞ്ജി തോമസ്. ഇതെന്തിനാന്നറിയോ? കൂട്ടിക്കല് നമ്മുടെ എസ്റ്റേറ്റ് വിൽക്കാൻ പോവുക. 38 ലക്ഷം. നല്ല വിലയാണെന്ന് അന്ന പറഞ്ഞത്. ഞാനേ ഡോക്ടർ രഞ്ജിത്ത് തോമസിന്റെ അടുത്ത് ഒരു കുറിപ്പടി മേടിക്കട്ടെ. ഡെയിലി 2 ഡ്രിങ്ക് ആകാന്ന്. ഡെയിലി 2 ഡ്രിങ്ക്. ഒരു ഡ്രിങ്കിന് 30 രൂപ. 30 എവിടെ? കൊടുക്കത്ത വിലയല്ലേ. 40 രൂപ വെച്ച് ഡെയിലി 2 ഡ്രിങ്ക് ആകുമ്പോ മന്ത്ലി എന്താകും മാർഗരറ്റെ? ബുൾഷിറ്റ്. ഡെയിലി കള്ളു കുടിക്കാൻ ഞാൻ കാശ് തരണമെന്നോ? പതുക്കെ. സിസ്റ്റർ, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? താങ്ക് യു. ഷീ ഈസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഡേഞ്ചർ. പക്ഷേ 2 ദിവസം ഇവിടെ കഴിയേണ്ടി വരും. കാണാൻ പറ്റുമോ? പ്ലീസ്.
അവർക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ഒരു കുഴപ്പമില്ല. താങ്ക് യു. ചെല്ലേ, പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഔഷി, ബോധം തെളിഞ്ഞു. ഞാനിന്ന് അകത്ത് കയറി കണ്ടോട്ടെ? അതിനെന്താ, കണ്ടോളൂ. താങ്ക് യു. ഗുഡ് ഈവനിങ് ടീച്ചർ. ഇരിക്കൂ. എന്നാ, ഞാൻ ടീച്ചറാണെന്ന് എങ്ങനെ അറിഞ്ഞു? ഡോക്ടർ രഞ്ജിത്ത് തോമസ് പറഞ്ഞു. ഉം. ഞാൻ ഡാനി, റൂം നമ്പർ 2. ടീച്ചറിനിപ്പ എങ്ങനെയുണ്ട്? ആ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്നാ ഞാൻ പിന്നെ വരാം. ഞാനിവിടത്തെ ഒരു പെർമനന്റ് ഇൻമേറ്റാ. അത് ശരി, കണ്ട പെണ്ണുങ്ങൾക്ക് ബൊക്കെ വാങ്ങിച്ചു കൊടുക്കല ഇപ്പൊ നിങ്ങളുടെ പണിയില്ലേ? എനിക്കറിയാം നിങ്ങളെ. അയ്യോ മാർഗരറ്റെ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല. കണ്ട തള്ളാർക്കൊക്കെ ബൊക്കെ വാങ്ങിച്ചു കൊടുക്കാനൊന്നും എന്റെ കയ്യിൽ കാശില്ല. പതുക്കെ പറ. നിങ്ങളൊരു വഷളം തന്നെ. പക്ഷേ എല്ലാതേ ഇച്ചിരി എനിക്ക് തരൂ. അയ്യോ, അവിടെ ആകെ മീതയിൽ ആൽക്കഹോൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ്? അത് പിന്നെ മദ്യ ദുരന്താവും. അതിന് കുറെ പേര് ചത്താലല്ലേ മദ്യ ദുരന്തമാവുള്ളൂ. ഈ വല്യപ്പിന് ഇതെന്തു പറ്റി? ഇന്ന് കുറച്ച് കുടിക്കണം മാധവി. മുരുകനെയാണെങ്കിൽ കാണാനുമില്ല. കാശുള്ള വീട്ടിലെ പെങ്കൊച്ചിനെ കെട്ടാൻ പോണത്രേ, പെങ്ങന്മാർക്ക് സ്ത്രീധനം കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് നല്ലതല്ലേ? ഞാൻ ചാവും.